നമസ്കാരം. മൂന്നാം LDF സർക്കാർ ലക്ഷ്യമിട്ടുള്ള CPMന്റെ നിർണായക സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ ഇന്ന് തിരുവനന്തപുരത്ത് നടക്കും. സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഏകദേശ ധാരണയാകാനാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നത്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും പങ്കെടുക്കും. എല്ലാ തീരുമാനവും പിണറായി തന്നെയാകും എടുക്കുക. ജില്ലാ സെക്രട്ടേറിയറ്റുകൾ സമർപ്പിച്ച പ്രാഥമിക പട്ടികയിൽ PB അംഗം A. വിജയരാഘവൻ, കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജ എന്നിവരുടെ പേരുകൾ ഇല്ലാത്തത് ചർച്ചയാകും. സിറ്റിംഗ് സീറ്റായ മട്ടന്നൂർ തന്നെ വേണമെന്ന കടുത്ത നിലപാടിലാണ് ശൈലജ ടീച്ചർ. മട്ടന്നൂർ നൽകിയില്ലെങ്കിൽ ഇത്തവണ മത്സരരംഗത്ത് ഉണ്ടാവില്ലെന്ന് അവർ നേതൃത്വത്തെ അറിയിച്ചു എന്നാണ് സൂചന. മട്ടന്നൂരിലേക്ക് DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജിനെയാണ് ജില്ലാ നേതൃത്വം പരിഗണിക്കുന്നത്. എന്നാൽ ജനകീയ മുഖമായ ശൈലജയെ മാറ്റി നിർത്തുന്നത് പാർട്ടിക്ക് തിരിച്ചടിയാകുമെന്ന PB നിർദ്ദേശം പരിഗണിച്ച് അവർക്ക് സീറ്റ് നൽകാൻ സംസ്ഥാന നേതൃത്വം നിർബന്ധിതരായേക്കും. വിജയരാഘവന് മലമ്പുഴ സീറ്റ് നൽകിയേക്കും. തോമസ് ഐസക്കിനും MV നികേഷ് കുമാറിനും സീറ്റ് നൽകിയേക്കും. കണ്ണൂരിലെ ചെന്താരകം എന്നറിയപ്പെടുന്ന P. ജയരാജന് ഇത്തവണയും സീറ്റ് നൽകേണ്ടതില്ലെന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ ധാരണ. ഇത് ജയരാജൻ അനുകൂലികൾക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് വഴിവെച്ചിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ചെന്താരകം എന്ന ഹാഷ്ടാഗിൽ പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട്. അതേസമയം പയ്യന്നൂരിൽ C. മധുസൂദനനെ മാറ്റേണ്ടതില്ലെന്നും പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്. ചില ഘടകകക്ഷികളുടെ സീറ്റുകൾ ഏറ്റെടുക്കുന്ന കാര്യത്തിലും ഇന്നത്തെ യോഗത്തിൽ തീരുമാനമുണ്ടാകും. രാമചന്ദ്രൻ കടന്നപ്പള്ളിയുടെ കണ്ണൂർ, AK ശശീന്ദ്രന്റെ ഏലത്തൂർ, ആന്റണി രാജു അയോഗ്യനായ തിരുവനന്തപുരം RJD, JDS തർക്കം നിലനിൽക്കുന്ന കോവളം എന്നീ സീറ്റുകൾ ഏറ്റെടുത്തേക്കും. ഈ സീറ്റുകളിൽ CPM നേരിട്ട് മത്സരിക്കണമെന്ന് നിർദ്ദേശം ശക്തമാണ്. CPMന്റെ പ്രാഥമിക പട്ടികയിൽ 90% സീറ്റുകളിലും ഒറ്റപ്പേരാണ് പരിഗണനയിൽ. ജില്ലാ കമ്മിറ്റികളുടെ ശുപാർശയിൽ മാറ്റം വേണമെങ്കിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് അത് നിർദ്ദേശിക്കും. അന്തിമ പട്ടിക വരും ദിവസങ്ങളിൽ ചേരുന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിന് ശേഷം ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. നേരത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് വീണ്ടും മത്സരിക്കാൻ CPM പച്ചക്കൊടി കാണിച്ചിരുന്നു. ധർമ്മടം മണ്ഡലത്തിൽ നിന്നും മുഖ്യമന്ത്രി ജനവിധി തേടുന്നത് പാർട്ടി പോളിറ്റ് ബ്യൂറോയിൽ തർക്കങ്ങളില്ലാതെ തീരുമാനമായി. അതേസമയം സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി കണ്ണൂർ CPMൽ പുകഞ്ഞ അതൃപ്തിയിൽ കേന്ദ്ര നേതൃത്വം നേരിട്ട് ഇടപെട്ടു. KK ശൈലജയെ മട്ടന്നൂരിൽ തന്നെ മത്സരിപ്പിക്കുന്നത് പരിഗണിക്കണമെന്ന് കേന്ദ്ര നേതൃത്വം കേരള ഘടകത്തിന് കർശന നിർദ്ദേശം നൽകി. പക്ഷേ അതൊരു തീരുമാനം പോലെ പോളിറ്റ് ബ്യൂറോ എടുക്കില്ല. സംസ്ഥാന നേതൃത്വത്തിന്റെ പരിഗണനയിലേക്ക് വിടുകയാണ്. ഈ സാഹചര്യത്തിലാണ് ശൈലജയെ മത്സരിപ്പിക്കുന്നത് പരിഗണിക്കുന്നത്. മട്ടന്നൂർ സീറ്റ് ലഭിച്ചില്ലെങ്കിൽ രാഷ്ട്രീയ വിരമിക്കലിന് പോലും തയ്യാറെന്ന ശൈലജ ടീച്ചറുടെ കടുത്ത നിലപാട് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നു. ജനറൽ സെക്രട്ടറി MA ബേബി തന്നെ ഈ വിഷയത്തിൽ കേന്ദ്ര നേതൃത്വത്തിന്റെ താൽപര്യം കേരള ഘടകത്തെ അറിയിച്ചു. ശൈലജയെപ്പോലൊരു ജനകീയ നേതാവിനെ മാറ്റി നിർത്തുന്നത് പൊതുസമൂഹത്തിൽ പാർട്ടിക്ക് വലിയ തിരിച്ചടിയുണ്ടാക്കുമെന്നാണ് കേന്ദ്രത്തിന്റെ വിലയിരുത്തൽ. തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടി പാഠമായി ഉൾക്കൊള്ളണമെന്നും സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് ജനങ്ങൾക്കിടയിൽ തെറ്റായ സന്ദേശം നൽകുന്ന സാഹചര്യം ഒഴിവാക്കണമെന്നും ദേശീയ നേതൃത്വം ആവശ്യപ്പെട്ടു. കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർക്ക് ഇളവ് നൽകി മത്സരിപ്പിക്കാൻ തീരുമാനിച്ച സാഹചര്യത്തിൽ ശൈലജ ടീച്ചർക്കും സ്പീക്കർ AN ഷംസീറിനും ടേം വ്യവസ്ഥയുടെ പേരിൽ വിലക്ക് ഏർപ്പെടുത്തുന്നത് ഇരട്ടത്താപ്പാണെന്ന പരാതി ശക്തമായിരുന്നു. മട്ടന്നൂർ വിട്ടുള്ള ഒരു വിട്ടുവീഴ്ചയ്ക്കും താനില്ലെന്ന് ടീച്ചർ ഉറപ്പിച്ചു പറഞ്ഞതോടെയാണ് കേന്ദ്രം ഇടപെടാൻ നിർബന്ധിതമായത്. ശൈലജയുടെ മടങ്ങിവരവ് ഉറപ്പാക്കുന്നതിലൂടെ കണ്ണൂരിലെ ആഭ്യന്തര കലഹം ഒതുക്കാനും തെരഞ്ഞെടുപ്പ് ഗോതയിൽ ആത്മവിശ്വാസം വീണ്ടെടുക്കാനും കഴിയുമെന്നാണ് പാർട്ടിയുടെ കണക്കുകൂട്ടൽ.